5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യത്താകമാനം ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലിടുകയും EMS അടക്കമുള്ള നേതാക്കൾ ഒളിവിൽ പോവുകയൊക്കെ ചെയ്ത വലിയ കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ രാജൻ്റെ കക്കയം ക്യാമ്പുമായി ബന്ധപ്പെട്ട രാജൻ്റെ കഥയും കായണ്ണ പോലീസ് സ്റ്റേഷൻ്റെ ആക്രമണവുമായി ബന്ധപ്പെടുത്ത് കോഴിക്കോട് MES കോളേജ് RESലെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ രാജൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊണ്ടുപോയി കക്കയം ക്യാമ്പിലിട്ട് ഉരുട്ടിയതും തിരുവനന്തപുരത്ത് വർക്കല വിജയനെ കൊണ്ടിട്ട് ഉരുട്ടിയതും അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ ചാവേറായതുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഞാൻ എൻ്റെ ഗ്രാമത്തിലെ സ്വന്തം ഗ്രാമം വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ നടന്ന ചില അനുഭവങ്ങൾ, നേരിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ പറയുകയാണ്. അതുപോലെ ആയിരുന്നു ആയിരക്കണക്കിന് പഞ്ചായത്തുകളിൽ പോലീസിന് അമിതാധികാരം ഉണ്ടായിരുന്നു, വലിയ അധികാരമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായിരുന്നു അവിടെ സംഭവം? കടുവ കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ഒരു CI സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ മീശ കൃഷ്ണൻ നായർ എന്നൊക്കെ പറയാം, വളരെയധികം ധാർഷ്ട്യവും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നൊരു CI ആയിരുന്നു, സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു. അദ്ദേഹം ജംഗ്ഷനിൽ വന്നാൽ എല്ലാവരും, അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും ഒന്നുകിൽ കടകൾക്കകത്ത് കയറി നിൽക്കും, അല്ലെങ്കിൽ വീടുകളിൽ പോകും. വെഞ്ഞാറമൂട് ജംഗ്ഷൻ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരെല്ലാം കാരണം വെഞ്ഞാറമൂട് ജംഗ്ഷൻ ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളും ഗ്രാമമാണ്. അപ്പോൾ അവർ പട്ടണത്തിലേക്ക് വന്ന് വെഞ്ഞാറമൂട് ചന്ത വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരുണ്ട്. വളരെ പ്രസിദ്ധമാണ് വെഞ്ഞാറമൂട് ചന്ത. അതുപോലെ എല്ലാവരും 4 സ്ഥലത്തു നിന്നും ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് വൈകുന്നേരം ചെറുപ്പക്കാർ ജംഗ്ഷനിൽ നിന്ന് കൂട്ടം കൂടിയൊക്കെ നിന്ന് സൊറ പറഞ്ഞ്, രാഷ്ട്രീയം പറഞ്ഞ്, കലയും സാഹിത്യവും ഒക്കെ പറഞ്ഞു പോകും. ആ കാലഘട്ടത്തിൽ വെഞ്ഞാറമൂടിൽ പുരോഗമന കലാസാഹിത്യ സംഘം, യുക്തിവാദി സംഘം, മിശ്ര വിഭാഗ സംഘം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പിന്നെ അതുപോലെ തുടങ്ങിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പിന്നെ കോക്കോ കളി, പിന്നെ മത്സരങ്ങൾ, ദൃശ്യ നാടകവേദി, നെഹ്റു യൂത്ത് സെൻറ്റർ തുടങ്ങി കലയുടെയും സാഹിത്യത്തിൻ്റെയും കായിക വിനോദങ്ങളുടെയും കിളിത്തട്ട്, വലിയ നാടായിരുന്നു. പിന്നെ അതെല്ലാം നശിപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരി. അത് വേറൊരു ചരിത്രമാണ്, അത് അവിടെ നിൽക്കട്ടെ. അവിടെ ഈ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന കടുവ കൃഷ്ണൻ നായർ ചെയ്തൊരു ക്രൂരകൃത്യങ്ങളാണ് പറയുന്നത്. അദ്ദേഹം ജംഗ്ഷനുകളിൽ ചന്തയിൽ പോവുകയും, ചന്തയിൽ പാവപ്പെട്ട സ്ത്രീകൾ ബ്ലൗസും അവരുടെ ബ്രേസിയറും ബ്ലൗസും തോർത്തുമാണ് ഇട്ടിരിക്കുന്നത്. പലപ്പോഴും അവർ ഈ ബിസിനസ്സൊക്കെ നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അവരെ തോളിൽ കിടക്കുന്ന തോർത്ത് കൃത്യമായി പൊസിഷൻ ചെയ്ത് കിടക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ ലൈംഗികതയെക്കുറിച്ചൊന്നും ഇത്ര വല്ലാത്ത രൂപത്തിലൊന്നും ചെറുപ്പക്കാരും ആളുകളൊന്നും കാണുകയോ, ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ഏതെങ്കിലും ഡ്രസ്സ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നാലൊന്നും വല്ലാതെ ലൈംഗികത കാണുന്ന കാലവുമല്ല. ആറ്റിലൊക്കെ പോയി പുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ച് കുളിക്കുന്നൊരു വസന്തകാലം ഉണ്ടായിരുന്നു. അമ്പലത്തിൽ പോയി ഉത്സവത്തിന് 2 വശത്ത് വരുന്ന സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ വളരെ സന്തോഷത്തോടുകൂടി കാണുന്ന ഒരു ബന്ധമുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ, ഗ്രാമങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചന്തയിൽ ആരെങ്കിലും ഒരു തുണി ശരീരത്തിൽ സ്ത്രീയുടെ മാറിക്കിടന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി വീഡിയോ എടുക്കാനോ ഷോട്ട് എടുക്കാനോ അല്ലെങ്കിൽ മൊബൈൽ പകർത്താനോ ഒന്നും ആരും മൊബൈലില്ല, അല്ലെങ്കിൽ അങ്ങനെ കാലമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പലപ്പോഴും അവർ ഇതെടുത്ത് കൊടുക്കാനൊക്കെ നിൽക്കുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ ആകാര വടവ് കൊണ്ടോ തടി കൊണ്ടൊക്കെ തോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയാണെങ്കിൽ ഈ കൃഷ്ണൻ നായർ ജീപ്പിൽ വരികയും ചന്തയ്ക്കകത്തൂടെ നടക്കുകയും ഏതെങ്കിലും സ്ത്രീയുടെ നെഞ്ചിൽ തോർത്തിൻ്റെ അല്ലെങ്കിൽ ടവലിൻ്റെ 1 മില്ലിമീറ്റർ അങ്ങോട്ട് മാറിയിരിക്കുകയാണെങ്കിൽ അദ്ദേഹം ലാത്തി കൊണ്ട് അതെടുത്ത് എറിയും, എന്നിട്ട് തെറി പറയും. വലിയ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ഒരിക്കലും ഒരു ലോറിയിൽ അവിടെ നിന്ന് കുറേ മണൽ കൊണ്ടുപോകുന്ന ലോറിയുടെ മണ്ടയിൽ കുറേ ആളുകൾ കയ്യിൽ മണൽ വാരിയിട്ട് കളിക്കുകയായിരുന്നു. ഇത് തൊട്ട് പിറകിൽ പോയ അദ്ദേഹത്തിന് ജീപ്പിന് തോന്നി ഇദ്ദേഹത്തെ കളിയാക്കുകയാണെന്ന്. അപ്പോൾ തന്നെ ലോറിയെ വളഞ്ഞിട്ട് പിടിച്ച് വല്ലാതെ അവരെ മർദ്ദിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഇതിലൊക്കെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ ഒരു ചായക്കടയുണ്ടായിരുന്നു, ഹോട്ടൽ പോലത്തെ കടയുണ്ടായിരുന്നു. ലംബോദരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു നടത്തിയിരുന്നത്. അദ്ദേഹം പൊക്കം കുറവാണ്, നല്ല തടിയുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും അവിടെ നിന്നാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ചായ വാങ്ങിക്കൊണ്ട് പോകുന്നത്, വടയും ചായയും. അപ്പോൾ ഈ ചായയും വടയും വാങ്ങുന്നത് സാധാരണ അവിടുത്തെ നിൽക്കുന്ന പയ്യന്മാരാണ്. സ്റ്റേഷനിലേക്ക് സഹായിക്കുന്ന വേറെ പയ്യന്മാരുണ്ട്. പോലീസ് ചെറിയ പൈസയെ കൊടുക്കും. അതിലൊരു പയ്യൻ വന്ന് ചായയും വടയും വാങ്ങുന്ന സമയത്ത് ആർക്കടാ ചായ എന്ന്, ഏമാനാണോ ചായ, കടുവയ്ക്കാണോ ചായ എന്ന് ചോദിച്ചു. ഈ പയ്യൻ അതുപോലെ ചെന്ന് തന്നെ കൃഷ്ണൻ നായർ CIയോട് പറഞ്ഞു, കടുവയ്ക്കാണോ ചായ എന്ന് ഏമാനെ ചോദിച്ചു എന്ന് പറഞ്ഞു. സെക്കൻഡുകൾക്കുള്ളിൽ പോലീസ് ജീപ്പ് ജംബൂരൻ നായരുടെ ചായക്കടയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അദ്ദേഹത്തെ പുറത്തിറക്കുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു തവളയെപ്പോലെ കൊണ്ടല്ലോ താനെന്ന് പറഞ്ഞ് ചാക്ക് കൊണ്ടുവരാൻ പറഞ്ഞ് ആ ചാക്കിൽ കയറ്റി വെഞ്ഞാറമൂട് ജംഗ്ഷനിലൂടെ തവളച്ചാട്ടം ചാടിച്ചു. അങ്ങനെ വല്ലാതെ ക്രൂരതകൾ. ഞാൻ ഒരു ഗ്രാമത്തിൻ്റെ ക്രൂരത പറയുന്നത്, രാജ്യം മുഴുവൻ ഇത്തരത്തിലുള്ള അനേകായിരം കോടിക്കണക്കിന് ക്രൂരതകൾ നടന്നു. അന്ന് വെഞ്ഞാറമൂട്ടിലുണ്ടായിരുന്ന വളരെ പ്രമുഖരായിട്ടുള്ള, അന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൽ വളരെ സജീവമായ ഏറ്റവും വലിയൊരു വിപ്ലവ തലത്തിൽ പോലും വളരെ വലിയ രീതിയിൽ നടത്തുന്ന HA ഷർഫുദ്ദീനെ പോലെ HA ബാവയുടെ മകനായിട്ടുള്ള HA ഷർഫുദ്ദീൻ, അന്ന് വെഞ്ഞാറമൂട്ടിലെ വളരെ പ്രസിദ്ധമായ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. അപ്പോൾ HA ബാവയുടെ മകനായിട്ടുള്ള HA ഷർഫുദ്ദീൻ, അദ്ദേഹം പിന്നെ CPM ആയി, പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയി CPMൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ വന്നു. പക്ഷേ പാർട്ടിയുമായിട്ടൊക്കെ തെറ്റി. പിന്നെ അദ്ദേഹം കുറച്ചു കാലം മറ്റ് സംഘടനാ പ്രവർത്തനങ്ങൾ പോയി. ഇപ്പോൾ ഏതോ രാഷ്ട്രീയ പാർട്ടിയിൽ പുതിയതായി പാർട്ടിയിൽ ചേർന്നതായിട്ട് കാര്യം ഞാൻ 10-30 വർഷമായതുകൊണ്ട് ബന്ധമൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് പറയാൻ കഴിയുന്നില്ല. പക്ഷേ ആ സമയത്ത് നിരവധി
ദിവസം അദ്ദേഹം ജയിലിൽ കിടക്കുകയും വലിയ മർദ്ദനം ഏറ്റുവാങ്ങുകയും ചെയ്തു. വെഞ്ഞാറമൂട്ടിൽ നടക്കുന്ന എല്ലാ SFIക്ക് മുൻതൂക്കമുള്ള സ്ഥലമാണ് അവിടെ. ആ സ്കൂളിൽ KSUവിനും അതുപോലെ മുൻതൂക്കം, ഒരു ഓട്ടുകട സന്തോഷം അങ്ങനെ സംഘമൊക്കെ KSUവിലും ഈ H. ഷറഫുദ്ദീൻ്റെയും ഹക്കീം എന്നൊക്കെ പറയുന്ന ഹക്കീം എന്ന് പറയുന്ന ആൾ കോൺഗ്രസ്, KSU, ഇത് H. ഷറഫുദ്ദീനെ പോലുള്ള ആളുകൾ KSU, SFI. വലിയ സംഘർഷം നടന്നിട്ടുള്ള നിരവധി തല്ലുകൾ, ഏത് ബന്ധു വന്നാലും തല്ല് കിട്ടുന്ന രീതിയിലാണ്. അദ്ദേഹം ജയിലിൽ കടന്നിട്ടുണ്ട് ഈ അടിയന്തരാവസ്ഥയുടെ ഭാഗമായി. അതുപോലെ തന്നെ പിരപ്പങ്കോട് മുരളി, പിന്നെ MLA ആയി സാഹിത്യകാരനൊക്കെ ആയിരുന്ന അദ്ദേഹം ഇപ്പോൾ വളരെ സീനിയറായിട്ട് തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം ഒളിവിൽ പോയി. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ കല്ലറ മധു എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഇങ്ങനെ ജയിലിൽ കടന്നു. അന്ന് ഒരുപാട് ആളുകളെ കണ്ണിൽ കണ്ട ചെറുപ്പക്കാരെ എല്ലാം ജംഗ്ഷനിൽ നിൽക്കുകയാണെങ്കിൽ സംശയം തോന്നി ആരെയും പിടിച്ചുകൊണ്ട് പോകുന്ന കാലമായിരുന്നു. പിരപ്പങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് പുലി സുകുമാരൻ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പുലി തന്നെയായിരുന്നു ആൾ. അദ്ദേഹം തല്ലും ബഹളവും എല്ലാം ഉണ്ടാക്കുന്ന മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കൃഷ്ണൻ നായർ, കടുവ കൃഷ്ണൻ നായരുടെ പരിചയക്കാരൻ കൂടിയായിരുന്നു. അപ്പോൾ കായിക ബലം കൊണ്ടും അല്ലാതെയുമൊക്കെ സ്റ്റേഷനിൽ പോകുന്നവരെ ഇറക്കിക്കൊണ്ടു പോകുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. ഞാനിതൊക്കെ സൂചിപ്പിച്ചത് ആ കാലഘട്ടത്തിൽ ഓരോ സ്റ്റേഷനിലെയും SIയും CIയും എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലമല്ല. അവർ രാജാക്കന്മാരെ പോലെ വളരെ വലിയ രീതിയിൽ പ്രവർത്തിക്കുമായിരുന്നു. ഞാൻ വെഞ്ഞാറമൂടിൻ്റെ ഉദാഹരണം പറഞ്ഞതുപോലെ നാട്ടിലാകെ എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകളെയും അതുപോലെ പല രൂപത്തിൽ എല്ലാവരെയും ഉപദ്രവിക്കുന്ന, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്ന എല്ലാവരെയും ഉപദ്രവിക്കുന്ന, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും പ്രധാനപ്പെട്ട ആളുകളെല്ലാം കോൺഗ്രസും CPIയും പോലുള്ള പാർട്ടിയിൽ ഒഴിച്ചുള്ള എല്ലാവരെയും ഉപദ്രവിക്കുന്ന രീതിയിൽ, അത് RSS ആവട്ടെ, ജനസംഘമാവട്ടെ, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാകട്ടെ, എല്ലാവരെയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ CPI ഇല്ല, CPI ഭരണപക്ഷത്താണ് ചിദംബരൻ്റെ കൂടെ, ബാക്കിയുള്ള എല്ലാവരെയും ആരൊന്നും നോക്കാതെ. പിന്നെ നക്സൽ ബാരികളും കുറച്ച് സജീവമായിരുന്നൊരു പ്രദേശമാണ് വെഞ്ഞാറമൂട്. നക്സൽ ബാരികളല്ല, നക്സൽ വിശ്വാസത്തിൽ കുറച്ച് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. മാവോയിസത്തിൽ വിശ്വസിക്കുന്ന കുറച്ച് ആളുകൾ, ഇപ്പോൾ അവരെല്ലാം ഇല്ല, അവരെല്ലാം മറ്റൊരു രൂപത്തിൽ മാറിപ്പോയി, തലമുറയൊക്കെ മാറിയല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഗ്രാമത്തിൻ്റെ കഥ കൂടി ഞാൻ, അടിയന്തരാവസ്ഥയിലെ ഒരു ഗ്രാമത്തിൻ്റെ കഥ കൂടി ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇങ്ങനെ ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ ഒരുപാട് ചെറുപ്പക്കാരെ ജീവിതം ഇല്ലാതാക്കിയ, സ്വാതന്ത്ര്യത്തിൽ ഇല്ലാതാക്കിയ ഒരു കഥ കൂടി അടിയന്തരാവസ്ഥയ്ക്ക് പറയുവാനുണ്ട്.